അടുത്ത വാർത്ത ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും മഴയുണ്ട്. പക്ഷേ അത്തോളി ഗ്രാമപഞ്ചായത്തിൽ ഇടിവെട്ടി മഴയായിരുന്നു ഇന്നലെ വൈകിട്ട്. ഇടിവെട്ടി മഴയ്ക്ക് ഒരു പ്രധാന കാരണമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾക്ക് കൂടിയുള്ള അതിൻ്റെ ഒരു പ്രതിഷേധത്തിന് കൂടി അത്തോളി ഗ്രാമപഞ്ചായത്ത് ഇന്നലെ പരിസരം പഞ്ചായത്ത് ഓഫീസിന് മുൻവശം വേദിയായിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വെറും മഴയല്ല അത്തോളിക്കാർ ഇന്നലെ കണ്ടത്, ഒരു ഇടിവെട്ടോട് കൂടിയുള്ള മഴ. വിഷയം എങ്ങനെയാണ്? അത്തോളി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് ലിസ്റ്റിൽ അപാകത പരിഹരണം ആവശ്യപ്പെട്ട CPIM നേതൃത്വത്തിൽ അത്തോളി പഞ്ചായത്ത് ഓഫീസിൽ ഒരു ബഹുജന മാർച്ച് നടത്തി. അതിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. ഇപ്പോൾ 2024 മെയ് മാസം അത്തോളി പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരെ നിയമിക്കുന്നതിൽ നടത്തിയ ഇൻ്റർവ്യൂ ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിച്ചില്ലെന്നാണ് CPIMൻ്റെ ആരോപണം. ആ വിഷയത്തിലാണ് ആ മഴയോടൊപ്പം ഇടിവെട്ട് മുദ്രാവാക്യങ്ങളുമായിട്ട് അത്തോളി ഗ്രാമപഞ്ചായത്തിലേക്ക് CPIM ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചിൻ്റെ വാർത്ത നമുക്ക് ആദ്യം കാണാം. അംഗൻവാടി വർക്കർമാരെ നിയമിച്ചതിലുള്ള അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അത്തോളി പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തിയത്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് പഞ്ചായത്തിൽ അഭിമുഖം സംഘടിപ്പിച്ചതെന്നും പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടവരാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. 400-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ച ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം CPIM ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം AK മണിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതവരുടെ ജോലിയെ കൂടി ബാധിക്കും. അവർക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ട സുതാര്യത ഉറപ്പാക്കാൻ, അവർക്ക് കൂടി ബന്ധപ്പെട്ട ഇന്റർവ്യൂ ബോർഡിൽ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായ മാർഗത്തിലേക്ക് വരെ കൊണ്ടുവരണം. കോൺഗ്രസ് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു നടത്തിയ മാർച്ചിന് പഞ്ചായത്ത് മെമ്പർ AM വേലായുധൻ അധ്യക്ഷനായി. KK ശോഭ, ചന്ദ്രൻ പൊയിലിൽ, അഡ്വക്കേറ്റ് സൗദർ ഹാഷ്മി, M ലക്ഷ്മി, CPIM അത്തോളി ലോക്കൽ സെക്രട്ടറി PM ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അത്തോളി. അപ്പോൾ ഈ വാർത്ത നിങ്ങൾ കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വാർത്തക്ക് എന്തിനും രണ്ട് വശം ഉണ്ടാവും. എല്ലാ കാര്യത്തിനും രണ്ട് വശം, ഒരു നാണയത്തിനെന്ന പോലെ രണ്ട് വശം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ അത്തോളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടി പറയാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളെ കേൾപ്പിക്കുക എന്നൊരു മാധ്യമധർമ്മം ഇവിടെ പാലിക്കേണ്ടതുണ്ട്. കാരണം CPIMൻ്റെ ആരോപണം, അവർ വസ്തുതകൾ നിരത്തിയിട്ട് ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ അതല്ല എന്ന് പറയാനുള്ളൊരു വോയിസ് അത്തോളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ ഷെറീജ് അത്തോളി വളരെ കൃത്യമായിട്ട് ഈ വാർത്തയിൽ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു അഭിപ്രായം കൂടി സ്വരൂപിച്ചു. അതുകൂടി ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ ഇങ്ങനെ പറയുന്നു: ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, സുതാര്യമായാണ് കൂടിക്കാഴ്ചയും നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങളോട് ഷെറീജ് അത്തോളിയുടെ ക്യാമറയിൽ അത് പറഞ്ഞത്. ആ വാർത്ത കൂടി ഞങ്ങൾ പ്രേക്ഷകർ അറിയിക്കുകയാണ്. രണ്ടും കൂടി ചേർത്ത് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് തെറ്റ് ഏത് ശരി, നിയമ നടപടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ. ഒരു മാധ്യമധർമ്മം പാലിക്കുന്നു. ആ രണ്ടാമത്തെ വാർത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അഭിപ്രായ പ്രകടനം കൂടി നിങ്ങൾ കണ്ടു നോക്കും. ഇന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയ്ക്ക് പഞ്ചായത്തിലെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇൻ്റർവ്യൂ നടന്നത്. അംഗൻവാടിയിലെ ഹെൽപ്പർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വർക്കർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ മാസം നടന്നതാണ്. അതിലെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയിൽ അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്തിലെ സെക്രട്ടറി, പിന്നെ 5 പൊതുപ്രവർത്തകരും, അതുപോലെ ബ്ലോക്ക് മെമ്പർ, അതുപോലെ തന്നെ ICDSൻ്റെ ഉദ്യോഗസ്ഥർ, അവരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഈ ഇൻ്റർവ്യൂ ബോർഡിനുള്ള മാർക്ക് എന്ന് വെച്ചാൽ 15 മാർക്കാണ് ഇൻ്റർവ്യൂ ബോർഡിന് ഇടാൻ സാധിക്കുക. ബാക്കി 85 മാർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ കൂടിയാണ് മാർക്ക് നൽകേണ്ടത്. അതിനുശേഷം ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും ലിസ്റ്റ് അംഗീകരിക്കുന്നതും ജില്ലാ ഓഫീസറും അതുപോലെ തന്നെ പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ കീഴിലുള്ള ICDS ഓഫീസറുമാണ് ജില്ലാ ലിസ്റ്റ് ഒപ്പിട്ടിട്ട് നമുക്ക് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിക്കാൻ തരുന്നത്. അത് നമ്മളിവിടെ പഞ്ചായത്ത് ഓഫീസിൽ തൂക്കിയിടുകയും പിന്നെ ലിസ്റ്റ് അതിലുള്ള ആൾക്കാർ വന്ന് നോക്കാൻ വേണ്ടി ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ആ വാർത്തയിൽ ഒരു പ്രതിഷേധം നടക്കുന്നു, അതിന് പ്രതികരിക്കുക എന്നുള്ള അവരുടെ ഒരു അവകാശം അതുകൂടി ഞങ്ങൾ പാലിച്ചിരിക്കുന്നു. CPIM ഉയർത്തിവിട്ട ആരോപണത്തിൽ തുടരന്വേഷണം നടക്കട്ടെ. ഒരുപക്ഷെ സ്വജനപക്ഷപാതം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ്, നടപടിയാണ്. പുതിയ കാലത്ത് നിരവധി കഥകൾ അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അത്തോളി പോലെയുള്ള ഗ്രാമപഞ്ചായത്തിൽ തികച്ചും ഗ്രാമീണരായുള്ള തൊഴിലേതരായുള്ള ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ആ ഗ്രാമപഞ്ചായത്തിൽ പ്രതീക്ഷയോടുകൂടി വരുന്ന അംഗൻവാടി വർക്കർമാരെ മറികടന്ന് നിയമനം നടത്തിയെങ്കിൽ അത് തെറ്റാണ്. അത് തിരുത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം. അതല്ല, ആക്ഷേപത്തിൽ കഴമ്പില്ല എങ്കിൽ രണ്ടു കൂട്ടരും രമ്യമായി പ്രശ്നം പരിഹരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വാർത്താപ്രഭാതം ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളെ തിരിച്ചു വരാം.